പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ജ്ഞാനത്തിൻ്റെ നഗരമാണെങ്കിൽ അലി അതിൻ്റെ വാതിലാകുന്നു. ഭയമെന്ന വാക്ക് ചരിത്രത്തിൽ ഒരിടത്തും രേഖപ്പെടുത്താത്ത ധീരൻ, നീതിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഭരണാധികാരി, പ്രവാചകൻ്റെ നിഴലായി ജീവിച്ച മഹാൻ. അതെ, ഇസ്ലാമിലെ 4ാമത്തെ ഖലീഫയായ ഹസ്രത്ത് അലി റളിയല്ലാഹു അൻഹു. ഇന്നത്തെ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഹിജ്റയ്ക്ക് 23 വർഷങ്ങൾക്ക് മുൻപ് മക്കയിലെ വിശുദ്ധമായ കഅബാലയത്തിലാണ് അലി റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ഖുറൈശി ഗോത്രത്തിലെ ബനു ഹാഷിം ശാഖയുടെ നേതാവും പ്രവാചകന്റെ പിതൃവ്യനുമായ അബൂത്വാലിബിൻ്റെ മകനായിരുന്നു അദ്ദേഹം. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള സംരക്ഷണം ഏറ്റെടുത്തത് പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഉത്തമ സ്വഭാവ ഗുണങ്ങൾ നേരിട്ട് കണ്ടും പഠിച്ചുമാണ് അദ്ദേഹം വളർന്നത്. കുട്ടികളിൽ നിന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയും മറ്റാരുമല്ല, അത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അന്ന് അദ്ദേഹത്തിന് വെറും 10 വയസ്സ് മാത്രമായിരുന്നു പ്രായം. മക്കയിലെ കാഫിറുകൾ പ്രവാചകനെ വധിക്കാൻ തീരുമാനിച്ച ആ ചരിത്രപ്രസിദ്ധമായ രാത്രി, പ്രവാചകനോട് മദീനയിലേക്ക് ഹിജ്റ പോകാൻ അള്ളാഹുവിൻ്റെ കൽപ്പന ലഭിക്കുന്നു. എന്നാൽ ആളുകൾ പ്രവാചകനെ വിശ്വസിച്ച് ഏൽപ്പിച്ച അമാനത്തുകൾ തിരികെ ഏൽപ്പിക്കണമായിരുന്നു. ആ കഠിനമായ ദൗത്യം പ്രവാചകൻ ഏൽപ്പിച്ചത് അലി റളിയല്ലാഹു അൻഹുവിനെയായിരുന്നു. തൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിഞ്ഞിട്ടും ശത്രുക്കൾ വീട് വളഞ്ഞ ആ രാത്രിയിൽ ഒട്ടും ഭയമില്ലാതെ പ്രവാചകന്റെ കിടക്കയിൽ അലി റളിയല്ലാഹു അൻഹു കിടന്നുറങ്ങി. ശത്രുക്കളെ കബളിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ മദീനയിലേക്ക് പലായനം ചെയ്യാൻ അത് വഴിയൊരുക്കി. പിറ്റേന്ന് രാവിലെ വിശ്വസ്തയോടെ ആ അമാനത്തുകളെല്ലാം ഉടമസ്ഥർക്ക് തിരികെ നൽകിയ ശേഷമാണ് അലി റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പുറപ്പെട്ടത്. മദീനയിൽ എത്തിയ ശേഷം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു നൽകി. വളരെ ലളിതമായ ദാമ്പത്യ ജീവിതമായിരുന്നു അവരുടേത്. ഈ പവിത്രമായ ബന്ധത്തിലാണ് ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തുക്കളായ ഇമാം ഹസനും ഇമാം ഹുസൈനും ജനിക്കുന്നത്. പ്രവാചക കുടുംബത്തിൻ്റെ പ്രധാന കണ്ണി അങ്ങനെ അലി റളിയല്ലാഹു അൻഹുവിലൂടെ വളർന്നു. യുദ്ധക്കളത്തിൽ അലി റളിയല്ലാഹു അൻഹു ഒരു സിംഹത്തെ പോലെയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അസദുല്ലാ, അള്ളാഹുവിൻ്റെ സിംഹം എന്ന പദവി ലഭിച്ചത്. ബദർ, ഉഹദ്, ഖന്തക് തുടങ്ങി തബൂക്ക് ഒഴികെയുള്ള എല്ലാ യുദ്ധങ്ങളിലും അദ്ദേഹം പ്രവാചകനൊപ്പം പങ്കെടുത്തു. പ്രത്യേകിച്ച് ഖൈബർ യുദ്ധം. ജൂതന്മാരുടെ ശക്തമായ കോട്ട കീഴടക്കാൻ മുസ്ലിംകൾക്ക് സാധിക്കാതെ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നാളെ ഞാൻ ഈ പതാക അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സ്നേഹിക്കുന്ന, അള്ളാഹുവും പ്രവാചകനും തിരിച്ച് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകും. പിറ്റേന്ന് ആ പതാക ലഭിച്ചത് അലി റളിയല്ലാഹുവിനു ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഖൈബർ കോട്ട മുസ്ലിങ്ങൾ വിജയകരമായി കീഴടക്കി. അദ്ദേഹത്തിൻ്റെ ദുൽഫിക്കർ എന്ന പ്രശസ്തമായ വാൾ ശത്രുക്കളുടെ നെഞ്ചിൽ ഭയം ജനിപ്പിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്നീ 3 ഖലീഫമാരുടെയും ഭരണകാലത്ത് അവർക്കെല്ലാം വലിയ രീതിയിലുള്ള
നിയമോപദേശങ്ങളും പിന്തുണയും നൽകിയത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും അദ്ദേഹം നിമിഷനേരം കൊണ്ട് പരിഹാരം കണ്ടെത്തുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, അലി ഇല്ലായിരുന്നെങ്കിൽ ഉമർ നശിച്ചു പോയേനെ. ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തിന് ശേഷം കടുത്ത പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഇസ്ലാമിൻ്റെ 4ാമത്തെ ഖലീഫയായി അലി റളിയല്ലാഹു അൻഹു അധികാരമേൽക്കുന്നത്. തൻ്റെ ഭരണകാലത്ത് നീതി നടപ്പാക്കുന്നതിൽ അദ്ദേഹം ഒട്ടും വിട്ടുവീഴ്ച ചെയ്തില്ല. ഒരു സാധാരണക്കാരനും ഖലീഫയും തമ്മിൽ നിയമത്തിന് മുന്നിൽ തുല്യരാണെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ഹിജ്റ വർഷം 40 റമദാൻ മാസം കുഫയിലെ പള്ളിയിൽ വെച്ച് സുബഹി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നതിനിടയിൽ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം എന്ന ഖാരിജി തീവ്രവാദി വിഷം പുരട്ടിയ വാളുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ദിവസങ്ങളോളം ആ വേദന അനുഭവിച്ച ശേഷം ആ മഹാൻ ഈ ദുനിയാവിനോട് വിട പറഞ്ഞു, ഷഹീദായി. മരണക്കിടക്കയിൽ വെച്ച് പോലും തന്നെ വെട്ടിയ അക്രമിയോട് നീതിയോടെ പെരുമാറാനാണ് അദ്ദേഹം കൽപ്പിച്ചത്. ധീരത, അറിവ്, ലളിത ജീവിതം, നീതിബോധം, ഇതായിരുന്നു അലി റളിയല്ലാഹു അൻഹു. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് എങ്ങനെ ജീവിക്കണമെന്ന് അദ്ദേഹം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ചു തന്നു. ചരിത്രത്തിലെ ഈ മഹാനായ ഭരണാധികാരിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും വലിയൊരു മാതൃകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള യഥാർത്ഥ ചരിത്രങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ചരിത്രവുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.